Hey everyone, it's Bibi here. Welcome to my channel. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇന്ന് എൻ്റെ കണ്ടന്റ് എന്ന്. Yes, it's another traveling video and my first international traveling video in my channel. Hey everyone. So ഇന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു പ്ലേസിലേക്കാണ്. ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണ്. എനിക്ക് 12:15 ഫ്ലൈറ്റ്, പക്ഷേ പിന്നെയും ഡിലേ ആകുമെന്ന് പറഞ്ഞു. എൻ്റെ വെയിറ്റൊക്കെ കറക്റ്റായിരുന്നു. ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 13 ഗേറ്റ് ഇട്ടേക്കുന്നത്. സോ അങ്ങോട്ട് പാസ് ചെയ്യാന്ന്. ഫസ്റ്റ് റോങ് ആയിരുന്നു പോയത്. ഓക്കെ, അങ്ങനെ ഫ്ലൈറ്റ് കാത്തിരുന്നപ്പോൾ ഞാൻ കണ്ട അല്ലെങ്കിൽ എനിക്ക് കൗതുകം തോന്നിയ ഒരു മനോഹരമായ കാഴ്ചയാണിത്. അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും വളരെ ഇൻട്രസ്റ്റിങ്ങോടെ അവർ കാർഡ്സ് കളിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് എൻ്റെ ഫ്ലൈറ്റും വന്നു ഗൈസ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി അവർ നിർദ്ദേശങ്ങളൊക്കെ തന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി. Yes guys, we are going to Barbados. കരീബിയൻ ഐലൻഡിലെ ഫേമസ് ആയിട്ടുള്ള കൺട്രിയാണ് ബാർബഡോസ്. ഫ്ലൈറ്റിൽ നിന്നുള്ളൊരു ചെറിയൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ ക്രിക്കറ്റ് പ്രേമികൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും ഈ കൺട്രി. കാരണം 2024 വേൾഡ് കപ്പിൽ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ടീം കപ്പടിച്ചുകൊണ്ട് പോയതാണ് ഇവിടെ നിന്ന്. എയർപോർട്ടിലെ കൂടുതൽ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. നേരെ ടാക്സി എടുത്ത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തി. ഞാൻ സ്റ്റേ ചെയ്തത് ബട്ടർഫ്ലൈ ബീച്ച് ഹോട്ടലിലായിരുന്നു. ട്രിനിഡാഡിൽ നിന്നും 1 hour ഉണ്ടായിരുന്നുള്ളൂ ബാർബഡോസിലേക്ക്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ബാർബഡോസിലെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അവിടുത്തെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ നല്ല നല്ല അഡ്വൈസസ് മാത്രമേ നമുക്ക് തരുള്ളൂ. അതെന്നെ കൂടുതൽ ഇംപ്രസ് ചെയ്തു. ആദ്യം ഞാൻ ചെയ്തത് അവിടുത്തെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ആൻഡ് ഷി വാസ് ഷോയിങ് മീ ഡിഫറെൻറ്റ് കറൻസി വാട്ട് ദേ ഹാവ്. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ $1,500 ബേജൻ വരെ എന്നെ കാണിച്ചു തന്നു. ബേജൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയത്തുള്ളൂ. പിന്നെ ഒരു ബേജൻ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 42 റുപ്പീസാണ് വരുന്നത്. ആ കൺട്രിയെ പോലെ തന്നെ അവിടുത്തെ കറൻസിയും വളരെ കളർഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കറൻസിയൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ നേരെ പോയത് പെബിൾസ് ബീച്ചിലേക്കാണ്. അവിടുത്തെ ലോക്കൽ ബസ്സിലാണ് ഞാൻ ട്രാവൽ ചെയ്തത്. ഒരാൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടത് $3.50 ബേജൻ ആയിരുന്നു. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ബീച്ചിൻ്റെ പേരാണ് പെബിൾസ് ബീച്ച്. ഇത് ബാർബഡോസിലെ വൺ ഓഫ് ദി ഫേമസ് ബീച്ചാണ്. ഇവിടെ നിന്ന് നല്ലൊരു സൺസെറ്റ് വ്യൂ കാണാം. പെബിൾസ് ബീച്ച് ബാർബഡോസിലെ ബ്രിഡ്ജ് ടൗണിന് അടുത്താണ്. അവിടെ ഡൈവിങ്, സ്നോർക്ലിംഗ്, കയാക്കിംഗ്, പാഡിൽ ബോർഡ് പോലുള്ള നിരവധി ആക്ടിവിറ്റീസുമുണ്ട്. ഇത് ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ ഒരു സൺസെറ്റിന് കൂടി പറ്റിയ ഒരു സ്ഥലമാണിത്. ഒറ്റയ്ക്ക് അവിടുത്തെ കടൽത്തിരയും എണ്ണി ബീച്ചിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ്, അത് വ്യത്യസ്തമായ മറ്റൊരു അനുഭവമായിരുന്നു. സൺസെറ്റ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഗാരിസൺ ക്ലോക്ക് ടവറിലേക്കാണ്.
ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 1803 കാലഘട്ടത്തിലാണ്. ഇത് ഓരോ മണിക്കൂർ ഇടവിട്ടും ബെല്ലടിക്കും. അതെനിക്ക് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞില്ല. നമ്മൾ പോയത് ടാപ്പസ് റെസ്റ്റോറൻറ്റിലായിരുന്നു. ഒരു ബീച്ച് വ്യൂ തരുന്ന ഒരു നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലാണ് അവർ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവിടെ ചെയ്തിരുന്നത്. ഞാൻ കഴിച്ചത് തായ് ഫുഡായിരുന്നു. കാറ്റ് കാരണമാണ് ഞാൻ കൂടുതലും വോയിസ് ഓവർ ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്ര ക്ലിയർ അല്ലായിരുന്നു. Dawn paints gold on the mountain's crown, while rivers whisper truth. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്ന് റിട്ടയർമെൻറ്റ് ഡേ ആയതുകൊണ്ട് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ ബാർബഡോസ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.